ബേജാറാകൊന്നും വേണ്ട, സഹായം വരും. പക്ഷെ അത് ആരിൽ നിന്നാണ് വരിക? അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. മൂന്നാമത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം, ഇറാനുമായി ഒരു യുദ്ധം സത്യമായി ഉണ്ടായിരിക്കും. യാതൊരു സംശയവും വേണ്ട, അത് നടന്നേ തീരും. അത് വളരെ താമസിയാതെ നടക്കുകയും ചെയ്യും. ഇറാനുമായി യുദ്ധം വന്നാൽ മിഡിൽ ഈസ്റ്റ് ഇനിയും അട്ടിമറിയും. മിഡിൽ ഈസ്റ്റ് അട്ടിമറിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്രോതസ് മുഴുവനും നശിച്ചു. അതുകൊണ്ട് എക്കണോമിക്കൽ സിസ്റ്റത്തെ കൃത്യമാക്കാൻ നമ്മൾ പഠിക്കണം. സൂക്ഷിച്ച് ചെലവഴിക്കാൻ പഠിച്ചവർക്ക് ദാരിദ്ര്യം വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഞാനിത് വളരെ പണ്ടേ നിങ്ങളോട് പറയുന്നുണ്ട്. ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാൻ. ഞാൻ 2000 മുതൽ പറയുന്ന വർത്താനാണ്. പഴയ കേസറ്റൊക്കെ കേട്ട എന്നൊക്കെയാണ്. അടുത്ത യുദ്ധം ഇറാനുമായാണ്. അത് ഭയാനകമായിരിക്കും. അതിനാരാ ചെയ്യുക? അതിന് മറ്റുള്ളവരാണ് ചെയ്യുക. എന്തുകൊണ്ട്? ഒരു നഷ്ടവും അവർക്കില്ല. നഷ്ടം ആർക്കുള്ളത്? പറ, ആർക്കാ നഷ്ടം സംഭവിക്കുക? മുസ്ലിമീങ്ങൾക്ക്. ഇറാൻ ഇനി ഒരിക്കലും അമേരിക്കയെ തിരിച്ചടിക്കില്ല. ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക എങ്ങനെയായിരിക്കും? ഒരു സാധാരണ നിലയിൽ ഒരു രാജ്യം തിരിച്ചടിക്കുകയും പോലെ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഖത്തറിലോ സൗദിയിലോ പറ ഉള്ള അമേരിക്കൻ ക്യാമ്പുകളെ ആക്രമിക്കുകയാണ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായും എന്തുണ്ടാവും? ആ രാഷ്ട്രം ആ പക്ഷത്ത് ചേരും. ഇത് നടക്കൂലേ? നടക്കും. ഇത് നടന്നേ തീരും. ഇറാനുമായി യുദ്ധം അനിവാര്യമാണ്. അത് നടന്നേ തീരും. അത് ഫിത്നത്തുൻ അമ്മാഉ സമ്മാഉ അമ്മിയാ. അത് കണ്ണില്ലാത്തയും കാതില്ലാത്തയും യുദ്ധമായിരിക്കും. മനുഷ്യരാശി ഇന്നുവരെ കണ്ടതിൽ വെച്ച് വലിയ യുദ്ധം സംഭവിക്കും. അതിന് ഇനി കാലതാമസമില്ല. സംഭവിച്ചിരിക്കും. സംഭവിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത് നിങ്ങൾ ആരോട് ചോദിച്ചാ പറയുന്നത്? ഇത് മുത്തുനബി പറഞ്ഞതാ, മുത്ത് മുഹമ്മദ് മുസ്തഫ. ഞാൻ കുറെ കാലങ്ങളായി നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയാറുണ്ട്. അതങ്ങനെ തന്നെ നടക്കാറുണ്ട്. അതൊരു കവടി നേരത്തെ പറയുന്ന വർത്താനല്ല. അതങ്ങനെ സംഭവിക്കൂ. അതിൻ്റെ രീതി അങ്ങനെയാണ്. അതിൻ്റെ രീതി കണ്ടാൽ അങ്ങനെയാണ്. അത് അങ്ങനെ വരൂ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് സംഭവിക്കും. അത് സംഭവിക്കും. സംഭവിച്ചത് കഴിഞ്ഞാൽ ഇനി മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധം ഉണ്ടായാൽ ഒരിക്കലും എക്കണോമിക്കൽ സിസ്റ്റം നേരെ നിർത്താൻ കഴിയൂല. അത് ഏറ്റവും ബാധിക്കുക കേരളത്തിനെയാണ്. അനാവശ്യമായ ഷോപ്പിങ്ങുകളിൽ പെണ്ണുങ്ങളെ നിയന്ത്രിക്കണം. ഇന്നത്തെ നമ്മളെ സാഹചര്യം ഇപ്പോഴും നമ്മളെ